വയനാട്ടിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 14,71,742 വോട്ടർമാരാണ് ഇത്തവണ മണ്ഡലത്തിലുള്ളത്. 1,354 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 30 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെയാണിത്. ജില്ലയിൽ 2 ബൂത്തുകളാണ് അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ 10-12 വാർഡുകളിലെ വോട്ടർമാർക്കായി 2 ബൂത്തുകൾ പ്രദേശത്തും 11ാം വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി സ്കൂളിലും പ്രത്യേക പോളിംഗ് ബൂത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് പോളിംഗ് പുരോഗമിക്കുമ്പോൾ 34.03% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജോഷ്ല ചേരുകയാണ്. ജോഷ്ല, രാവിലെ വലിയ തരത്തിൽ ഒരു ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു, ഏകദേശം 10 മണി വരെ രേഖപ്പെടുത്തിയത്. അതിനുശേഷം വയനാട്ടിൽ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ടോ പോളിംഗിന്റെ കാര്യത്തിൽ? നിലവിൽ എങ്ങനെയാണ്? സ്ഥാനാർത്ഥികളടക്കം രാവിലെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ സമാധാനപരമായ ഒരു പോളിംഗ് ആണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും സിജു, വളരെ സമാധാനപരമായാണ് വയനാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിലാണ്. തിരുവമ്പാടി അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന മണ്ഡലം കൂടിയാണ്. ഇപ്പോൾ ഇനി ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് മണ്ഡലം പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വോട്ടർമാരുടെ തിരക്ക് ഇപ്പോൾ കൂടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തിരുവമ്പാടിയിൽ മാത്രമായി 36% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതുവരെ. ഏകദേശം 66,622 കറക്റ്റ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു നീണ്ട ക്യൂ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 36% എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഇത് 73.37% ആ 73.37% പോളിംഗ് നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം അതിനോട് തന്നെ അടുത്തു നിൽക്കും ഈ പോളിംഗ് ശതമാനം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ഒരു സമയം കൂടിയാണ്. എന്ത് പറയുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, സന്തോഷം. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പൊ ഇവിടുന്ന് പറയാറുണ്ട് മോശമാണ്. എല്ലാവരും ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. എന്നാലും രാഷ്ട്രീയപരമായിട്ടായിരിക്കുമോ വോട്ട്? അതോ? തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടായിരിക്കും. മണ്ഡലത്തിൽ രാഷ്ട്രീയം പ്രതിഫലിക്കും? തീർച്ചയായിട്ടും. അതോ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന ചർച്ചകൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും? ഇല്ല, ഇപ്പം നിലവിലുള്ള സംഭവം തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാ. ആ രീതിയിലായിരിക്കും. തികച്ചും രാഷ്ട്രീയ പൊളിറ്റിക്കൽ വോട്ട്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ വോട്ടാണ്. ഇതാണ് ഒരാളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. എനിക്കങ്ങനെ അഭിപ്രായമില്ല. എന്താ പറയാനാണ്? ഇല്ല, അത് കുറേയൊക്കെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നില്ല. പിന്നെ പ്രിയങ്ക ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വലിയൊരു സംശയമൊന്നുമില്ല. അല്ലാതെ വേറെ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പം കുറെ കൂടെ മാറ്റം വന്നേനെ.